السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. طبيعتي ये किताबे अस अवलें व आखिरें आंजे किधर दस्त दानिशमंद अस नुज़गरी अज़ ऐने किताबे अस कहसिफ़ाति शम्सुदह अंद. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി മിത്രങ്ങളെ, പ്രകൃതി സംരക്ഷണം ഇസ്ലാമിൽ എന്ന ശീർഷകത്തെ ആസ്പദമാക്കി എനിക്കറിയാവുന്ന അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവിധാനിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എണീച്ചു നിന്നത്. അതിനെനിക്ക് തൗഫീഖ് നൽകിയ ഉടയ തമ്പുരാനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മക്കാൻ. പ്രിയമുള്ളവരെ, കാർബൺ വ്യാപനത്തിന്റെ ക്രമാതീതമായ വളർച്ചയെ തടയാൻ 1997 ഒപ്പുവച്ച ക്യോട്ടോ ഉടമ്പടിയിൽ കുത്തക രാജ്യങ്ങൾ കാണിച്ച നിസ്സംഗതയും അവജ്ഞയും അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ ലോക രാജ്യങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വച്ച പരിസ്ഥിതി സംരക്ഷണ സമീപനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പ്രകൃതിയെ സംരക്ഷിക്കാൻ കൽപ്പിക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്തത്, മറിച്ച് പ്രകൃതിയെ സംവിധാനിക്കാനും രൂപപ്പെടുത്താനും കൂടിയാണ് ഇസ്ലാം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. മാമിൻ മുസ്ലിമിൻ യഅരിസു അർസൻ ഔ യസ്റഉ സർഅൻ ഫയഅഖുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ ഖാന ലഹു ബിഹി സദഖത്തുൻ. ഒരു ചെടി നടുകയോ ഒരു കൃഷി ചെയ്യുകയോ ചെയ്യുന്നത് മൂലം അതിൽ നിന്നും പക്ഷികൾക്കോ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ആർക്കെങ്കിലും ഭക്ഷിക്കാനായാൽ അവന്റെ മേലിൽ ധനധർമ്മത്തിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന് പറയുന്നതിലൂടെ പ്രകൃതി സംവിധാനിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഇസ്ലാം കാണിച്ച താല്പര്യത്തെ മനസ്സിലാക്കാവുന്നതാണ്. അന്ത്യനാളിന്റെ വിളിയാളം വരുമ്പോഴും ഒരാളുടെ കയ്യിൽ ഒരു പുൽക്കൊടി ഉണ്ടെങ്കിൽ അവനത് കൃഷി ചെയ്യട്ടെ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ സ്വന്തം ജീവാർപ്പണം നൽകിയിട്ടും പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ പ്രാധാന്യമുണ്ടെന്ന ഉത്ബോധനം നടത്തുകയായിരുന്നു ഇസ്ലാം. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധവേളയിൽ പോലും അവിടെ നിന്ന് പറഞ്ഞത് അരുത്, മരങ്ങളെ പോലും നിങ്ങൾ മുറിച്ച് കളയരുത്, അത് ജീവജാലങ്ങളുടെ സംരക്ഷകന്മാരാണെന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി അവിടുന്ന് അമിതമായി വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യുന്നത് കണ്ടു. ഉടനെ അവിടുന്ന് ചോദിക്കുകയാണ്, അഫിൽ വുളൂഇൽ ഇസ്റാഫ്, എന്തിനാണ് ഈ അമിതവ്യയം, വുളൂഇലും ദുർവ്യയമോ നബിയെ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ വികൃതമാക്കുന്ന കാലത്ത് മനുഷ്യന്റെ കണ്ണ് തുറക്കേണ്ട, അവന്റെ നെഞ്ചു പിടയേണ്ട തരത്തിൽ അവിടുന്ന് പറഞ്ഞു, അഫിൽ വുളൂഇൽ ഇസ്റാഫ്, വുളൂഇലും ദുർവ്യയമുണ്ടെന്നാണ്. പ്രിയമുള്ളവരെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ മലീമസപ്പെടുത്തുന്ന ഈ കാലത്ത് മനുഷ്യന്റെ കണ്ണ് തുറക്കേണ്ട, അവന്റെ നെഞ്ചു പിടയേണ്ട തരത്തിൽ ഒരു പേർഷ്യൻ കവി പാടി വെക്കുന്നുണ്ട്. പ്രകൃതി ഒരു വലിയ പുസ്തകമാണ്. ആദ്യത്തെയും അവസാനത്തെയും താളുകൾ നഷ്ടപ്പെട്ട ആ പുസ്തകത്തിന്റെ ഒരു പഴയ പതിപ്പ് മാത്രമാണ് പണ്ഡിതന്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത്, എത്രയെത്ര നാശനഷ്ടങ്ങളും അഹിത കാര്യങ്ങളുമാണ് അനുനിമിഷം ലോകത്ത് നടക്കുന്നത്. പ്രളയങ്ങൾ, ദുരിതങ്ങൾ, അത്യാഹിതങ്ങൾ, ഭൂകമ്പങ്ങൾ, ഇതെല്ലാം മനുഷ്യന്റെ പാപകർമ്മങ്ങളും അഹിത കാര്യങ്ങളുമാണ് ഇതിന് കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.